ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6:63 വചനം. ആത്മാവും ജീവനുമായ വചനം നാം ശ്രവിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് സൗഖ്യം നൽകും, ഇത് ജീവൻ നൽകും. നമുക്ക് പ്രാർത്ഥനയോടെ ഈ വചനത്തിനായി കാത്തിരിക്കാം. ഈ വചനം നമുക്ക് പങ്കുവയ്ക്കുക പാലക്കാട് രൂപതയുടെ ധ്യാനകേന്ദ്രമായ അട്ടപ്പാടി സിഹ്യോൻ ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷകനായ ബ്രദർ ഫ്രാൻസിസാണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സ്വദേശിയാണ്. വളരെ നാളുകളായി കർത്താവിൻ്റെ കരങ്ങളിലെ അതിശക്തമായ ഒരു ഉപകരണമാണ് ഫ്രാൻസിസ്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ പങ്കാളികളാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കാം. ഇനി കുറച്ചധികം സമയം നമ്മൾ ഇരിക്കേണ്ടതാണ്. അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകളടച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, കണ്ണുകളടച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ പിതാവായ ദൈവത്തെ മനസ്സിലോർത്ത്, പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ രക്ഷയെക്കുറിച്ച് മനസ്സിലോർത്ത്, നമ്മൾ സഭ ഈ വിശ്വാസ വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തോത്, വിശ്വാസത്തിൻ്റെ അളവ് ഒന്ന് പരിശോധിച്ച് നോക്കുവാൻ ദൈവമേ ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തെക്കുറിച്ച് തിരിച്ചറിയാൻ, വിശ്വാസത്തിൽ ഒരു പടി കൂടി വളരാനുള്ളൊരു അനുഗ്രഹം ഉണ്ടാകാൻ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് ഹൃദയ പരമാർത്ഥതയോടെ നമ്മൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, മനസ്സ് തുറന്ന് നല്ല വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിലായിരിക്കുന്നവർ, ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നവർ എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും കർത്താവിനെ ആരാധിക്കട്ടെ, വിശ്വാസത്താൽ പ്രാർത്ഥിക്കട്ടെ. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവനെ സുഖപ്പെടുത്തി. ലൂക്ക 6:19 ഈ വചനത്തിന്റെ ശക്തിയാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവനെ സുഖപ്പെടുത്തി. ലോകം മുഴുവനും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ട് ചെല്ലട്ടെ. അവിടെ സൗഖ്യം നിറയട്ടെ, അവിടെ അനുഗ്രഹം നിറയട്ടെ. വിശ്വാസത്തിൽ ഒരു പടി കൂടി വളരാൻ അവരെ സഹായിക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. വലിയ വിശ്വാസത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ശിഷ്യന്മാർ യേശുക്രിസ്തുവോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു മനസ്സിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസമുണ്ട് എന്നാണ് നമ്മുടെ വിചാരമെങ്കിലും യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസത്തിൻ്റെ ഉടമകളാണോ നമ്മൾ? വിശ്വാസം പ്രവൃത്തിയാൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ എത്തി നിൽക്കുന്നുണ്ട്. കണ്ണുകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, മരണം വരെ വിശ്വസ്തരായിരിക്കുക. ജീവൻ്റെ കിരീടം നിനക്ക് സമ്മാനിക്കുന്ന വചനപ്രകാരം മരിക്കുന്നതുവരെ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച അമ്മ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് നമുക്കറിയാം, വിശ്വാസം നമുക്കുണ്ട്. എങ്കിലും
അല്പം കൂടി നമ്മുടെ വിശ്വാസത്തെ ഇടയ്ക്ക് വെച്ചൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആ പ്രാർത്ഥനയോടെ വേണം നമ്മൾ വചനം കേൾക്കാനായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു. ആകയാൽ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചൊരു നിർവചനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. നമുക്കറിയാവുന്ന വചനമാണ്, എങ്കിലും ഇപ്പോൾ ഈ രാത്രിയിൽ നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കുന്ന നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ്: കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുമാണ് വിശ്വാസം. ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ഏറ്റു പറയാൻ നല്ലതാണ്. ശബ്ദം കേൾക്കുന്ന ലോകത്തിലെ നാനാഭാഗങ്ങളിലുള്ള എല്ലാവരും ഒന്ന് ഏറ്റു പറയുക. ആകയാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. ആകയാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, ആ ഉറപ്പ് നമുക്കുണ്ടോ? എന്നാൽ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ശബ്ദം കേൾക്കുന്നവർ എല്ലാവരും അതിന് ഒരു ആൻസർ ചെയ്യുന്ന നല്ലതാണ്. ഇവിടെ ഇരിക്കുന്നവരും അതിനൊരു ആൻസർ ചെയ്യണം. അതിങ്ങനെയാണ്: മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പുള്ളവർ കൈവക്കുക. ഇപ്പോൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നവർ അടുത്തിരിക്കുന്ന സഹോദരങ്ങളെ നോക്കി കൈവയ്ക്കാൻ മതിയാവും. മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പുള്ളവർ കൈവയ്ക്കുക. ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ച് പേര് കൈപൊക്കിയിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലെ സ്ഥിതി എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് വ്യക്തമായിട്ട് പറയാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം, പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുമാണ് വിശ്വാസമെങ്കിൽ ഇപ്പം എന്താ കൈവെക്കാത്തത്? പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൈവക്കിയില്ല? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോണത്? നരകത്തിലേക്കോ? നമ്മൾ മരിച്ചാൽ സ്വർഗത്തിലേക്കാണ് പോണത് എന്ന പ്രത്യാശ ഉണ്ടെങ്കിൽ എൻ്റെ ചോദ്യത്തിന് കൈ പൊക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: കിട്ടിയാ കിട്ടി പോയപ്പോൾ. ഇതാണ് ഇന്നത്തെ വിശ്വാസം. അതുകൊണ്ടാണ് ഇന്ന് വിശ്വാസികൾ സഭയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭ ഈ ഒരു വർഷത്തെ വിശ്വാസ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കണം, നമ്മുടെ വിശ്വാസത്തെ വളർത്തണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് പറയണം, കർത്താവേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത് ആവശ്യമാണ്. ശിഷ്യന്മാർ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന മനുഷ്യരാണ്. എന്നിട്ടും അത്തിമരത്തെ കർത്താവ് ശപിക്കുകയും അത് ഉണങ്ങിപ്പോവുകയും ചെയ്ത് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ട് കർത്താവിനോട് പറയുന്നൊരു ഡയലോഗാണ്: കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ സാത്താനെതിരെ യുദ്ധം ചെയ്യുന്ന നമ്മൾ, പാപത്തിലും ലോകത്തിൻ്റെ മോഹങ്ങളിലും ഉടക്കിക്കിടക്കുന്ന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ, പ്രത്യാശിക്കുന്നവ എനിക്ക് കിട്ടും എന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ കൈപൊക്കണം. മരിച്ചാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു സ്വർഗം സജ്ജമാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞത്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും. 2 കാര്യം കർത്താവ് പറയാണ്: 1 ദൈവത്തിൽ വിശ്വസിക്കുക, 2 എന്നിലും വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങൾ പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അതാണ് വാഗ്ദാനം, ഇതാണ് വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം ഇതാണ്: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമ്മുടെയൊക്കെ പലപ്പോഴുള്ള വിശ്വാസം ഉപരിവിപ്ലവമാണ്. ഉപരിവിപ്ലവം എന്ന് വെച്ചാൽ ഇമോഷണൽ ആയിട്ടുള്ള ചില വിശ്വാസങ്ങളാണ്. അത് ധ്യാനം കൂടുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, നൈറ്റ് വിജിൽ പങ്കെടുക്കുമ്പോൾ ശരീരം വിറച്ചു, അഭിഷേകം ഉണ്ടായി, വചനപ്രസംഗം നന്നായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. പ്രതിസന്ധിയെ നേരിടുമ്പോൾ, പ്രയാസത്തെ നേരിടുമ്പോൾ, അല്ലെങ്കിൽ കാതലായ ചില കാര്യങ്ങൾ, മർമ്മ പ്രധാനമായ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൈവെക്കാൻ മടിയാണ്.
നമുക്ക് അതിന് സാക്ഷ്യപ്പെടുത്താൻ മടിയാണ്. അതിൻ്റെ അർത്ഥം ആഴപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായി ഞാനും നിങ്ങളും മാറിയിട്ടില്ല. അതാ സത്യം. പ്രൈസ് ദി ലോർഡ്. ഇനി ഒന്നുകൂടെ ചോദിക്കാൻ പോവാണ്, മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പുള്ളവർ കൈവക്കിക്കോ? അയ്യടാ, ഇപ്പോഴാണ് ഓരോരുത്തർ കൈവക്കാൻ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടി വിയിൽ ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുക. മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് പ്രത്യാശ, അതാണ് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് നമ്മൾ പ്രത്യാശിക്കണം. അതാ കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നു എന്ന് നിങ്ങളോട് പറയുമായിരുന്നോ? അതിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടി പോകും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഉറപ്പ് നമുക്ക് അനിവാര്യമാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം, പ്രത്യാശിക്കുന്നവ ലഭിക്കും. ഇനി ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. സാറ പ്രായം കവിഞ്ഞിട്ടും വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി സംഭരിച്ചു. ശ്രദ്ധിച്ചു കേൾക്കാമോ? സാറ പ്രായം കവിഞ്ഞിട്ടും വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി സംഭരിച്ചു. സാറ എങ്ങനെയാണ് ഗർഭിണിയായത് എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറാണ് അതിനുള്ളത്. വിശ്വാസത്താലാണ് സാറ അതിനുള്ള യോഗ്യത നേടിയത്. ഈ ലോകത്തിൽ നിത്യജീവൻ പ്രാപിക്കാനും സൗഖ്യം പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഒരു വിശ്വാസിയുടെ ഉള്ളിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ അടിസ്ഥാനമായിട്ട് നിലകൊള്ളേണ്ടത് വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നൈറ്റ് വിജിലിന് ഇവിടെ ഇരിക്കുന്നവരും ഇത് ടി വിയിൽ കേട്ടോണ്ടിരിക്കുന്നവരും അവരാഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ രാത്രി ഈ ക്ലാസ്സിലും ഈ ആരാധനയിലും പങ്കെടുക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലേ? വിശ്വാസം ഇല്ലാതെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. നല്ല വിശ്വാസത്തോടെ പറ. സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി സംഭരിച്ചു. നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹത്തിലുള്ള ശക്തി സംഭരിക്കേണ്ടത്? ഉറക്കെ പറ. നമ്മൾ എങ്ങനെയാണ് നിത്യജീവനുള്ള ശക്തി സംഭരിക്കുന്നത്? വിശ്വാസം മൂലം. നമ്മൾ എങ്ങനെയാണ് രോഗശാന്തിക്കുള്ള ശക്തി സംഭരിക്കുന്നത്? അത് വിശ്വാസം മൂലമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഉറക്കെ പറ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലെങ്കിൽ ഈ രാത്രിയിൽ നൈറ്റ് വിജിൽ കൂടിയതുകൊണ്ട് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല. ഈ ശബ്ദം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കേട്ടതുകൊണ്ട് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല. എന്നാൽ വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സാറ പ്രായം കവിഞ്ഞിട്ടും ഗർഭധാരണത്തിലുള്ള ശേഷി തീർന്നിട്ടും വിശ്വാസത്താലാണ് ആ സ്ത്രീ അതിനുള്ള ശക്തി സംഭരിച്ചെടുത്തെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രി ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കാനുള്ള അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിലുള്ള വിശ്വാസമാണ്. അതൊരു അവകാശത്തിൻ്റെ പങ്കുമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം അത് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ശ്രദ്ധിച്ചു കേട്ടെ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഞാനൊന്ന് പറഞ്ഞു തരാം. ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഏറ്റു പറയാം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, കുറച്ചുകൂടെ ഉറക്കെ പറയാമോ? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എന്ത് കഴിവാണ് ദൈവം നൽകിയത്? വിശ്വാസത്താൽ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്തപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്ന സ്ഥാനം നഷ്ടപ്പെടുത്തി. ഇനി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് ആ സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് പാപം വഴി മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്ന സ്ഥാനമാണ്. എന്നാൽ വിശ്വാസം വഴി, ആരിലുള്ള വിശ്വാസം വഴിയാണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് ദൈവമകൻ്റെ സ്ഥാനത്തേക്ക്, ദൈവമകളുടെ സ്ഥാനത്തേക്ക് ഉയരാനുള്ള ഒരവകാശമാണ്. ആ അവകാശമാണ് ഈ രാത്രിയിൽ നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കാൻ പോണത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവനോടെ ഹല്ലേലൂയ. അതായത് പാപം വഴി നഷ്ടപ്പെടുത്തിയ ദൈവപുത്ര, ദൈവപുത്രി സ്ഥാനത്തേക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ വീണ്ടും വീണ്ടും എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ആ സ്ഥാനം വീണ്ടും നമുക്ക് ലഭിക്കുകയാണ്. ഗലേഷ്യൻസ് എഴുതുമ്പോൾ പൗലോസ്ലീഹ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അധ്യായം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. യേശുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രരാണ്. ഞാനൊന്ന് പറഞ്ഞു തരാം. ഏറ്റു പറഞ്ഞു. യേശുക്രിസ്തുവിലുള്ള, ശബ്ദം വളരെ മോശം, ഉറക്കെ പറ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രരാണ്. ഒന്നുകൂടെ പറഞ്ഞു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവപുത്രരാണെങ്കിൽ നമ്മൾ അവകാശികളുമാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാന ഗുണം. അതായത് ദൈവപുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളുമാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ മകന് അവകാശമായി ലഭിക്കേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ മകൾക്ക് അവകാശമായി ലഭിക്കേണ്ടത് എന്താണ്? അത് നിത്യജീവനാണ്, സ്വർഗരാജ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് അപ്പൻ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്വർഗരാജ്യം, ആ നിത്യഭവനം, അതാണ് നമ്മുടെ അവകാശം. അതാണ് വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതായത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ആ കഴിവ് വഴി നമ്മൾ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറ്റപ്പെട്ടു. ഇനി നമ്മുടെ അവകാശം നിത്യജീവനാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? സ്വർഗത്തിൽ പോകുമോ? പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ പുത്രരാണെങ്കിൽ നമ്മൾ ആരും കൂടെയാണ്? അവകാശികളുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബ് എഴുതിയ ലേഖനത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാവം കൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത്? നമുക്കൊക്കെ ഒരുപാട് വിശ്വാസമുണ്ട്. എന്നാൽ വിശ്വാസം പൂർത്തിയാകുന്നത് അത് പ്രവൃത്തിയിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ വിശ്വാസത്തെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നത് പ്രവൃത്തിയിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പുറത്ത് യേശുക്രിസ്തു നിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോവോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അബ്രാഹത്തെ നമ്മൾ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 22-ാമത്തെ അധ്യായം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. 22 അധ്യായം 18-19 വാക്യങ്ങൾ. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അതായത് നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഒരു വാക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതികളിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കും, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും ആയിരിക്കും എന്ന് ദൈവം വാഗ്ദാനം കൊടുത്തു. അതെല്ലാം അബ്രാഹം സ്വീകരിച്ചു. എന്നിട്ട് വിശ്വാസത്താൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അബ്രാഹത്തോട് ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, അബ്രാഹമേ, നിന്റെ അരുമ സന്തതിയെ നീ മോറിയ മലയിൽ കൊണ്ട് ബലി അർപ്പിക്കണം. ആ വാക്ക്
ദൈവത്തിൽ നിന്ന് കേട്ട അബ്രാഹാം എങ്ങനെയാണ് അത് പ്രവർത്തിച്ചത്? എങ്ങനെ പ്രവർത്തിച്ചാണ് തൻ്റെ വിശ്വാസത്തെ അബ്രാഹാം പ്രകടമാക്കിയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോടും അഭിപ്രായം ചോദിക്കാതെ, അപ്പുറത്തേക്ക് ചിന്തിക്കാതെ, അബ്രാഹാം മറുത്തൊരു വാക്ക് പറയാനോ മറുത്ത് ചിന്തിക്കാനോ തയ്യാറാകാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു രംഗമല്ലേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്? ആണോ? നമ്മളാണെങ്കിൽ പുറപ്പെടുവോ? നമ്മളാണ് എന്നെ എന്തിക്കും? ദൈവമേ, നിന്റെ വാഗ്ദാന പ്രകാരം ജനിച്ച കുഞ്ഞാണ്, ആ കുട്ടിയിലൂടെയാണ് ലോകം അനുഗ്രഹിക്കാൻ പോണത്. ആ കുട്ടിയാണ് ഇനി വാഗ്ദാനത്തിന്റെ ആളായിട്ട് നിൽക്കുന്നത്. ആ കുട്ടിയിലൂടെയാണ് ഇനി തലമുറ അനുഗ്രഹിക്കാൻ പോണത്. ആ സമയത്ത് ആ കുട്ടിയെ കൊല്ലാൻ പറഞ്ഞാൽ ഇനി എന്തു ചെയ്യും? തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളിൽ ഇതുപോലൊരു സംഭവം നമ്മുടെ നിലമ്പൂർ നാട്ടിലുണ്ടായി. ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇവിടെ ഇരിക്കുന്ന കുറേ പേര്, ശബ്ദം കേൾക്കുന്നവരും ടി വിയിൽ കാണുന്നവരൊക്കെ മാതാപിതാക്കളുണ്ടല്ലോ. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ കർത്താവിന് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ കുഞ്ഞിനെ കർത്താവിന് കൊടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. നാളൊരു ഏട്ടൻ പറഞ്ഞു ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു? മക്കളില്ല എന്ന് പറഞ്ഞു. ഇല്ലാത്തവർക്ക് കൊടുക്കാൻ എളുപ്പമല്ലേ? പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. അതായത് എൻ്റെ നാട്ടിൽ ഈ കഴിഞ്ഞ 3-4 മാസം മുൻപ് ഒരു പയ്യൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ തോട്ടിൽ പോയി മരിച്ചുപോയി. 2 ആൺകുട്ടികളുള്ള ഒരു വീട്ടിലൊരു പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡെന്നീസ് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രസംഗത്തിൽ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് വിലപ്പെട്ടതൊക്കെ കർത്താവിന് കൊടുക്കാനുള്ള വിശ്വാസം നിങ്ങൾക്ക് കൊണ്ടുവന്ന് ചോദിച്ചു. അത് മക്കളാണെങ്കിൽ മക്കളെ, ഭാര്യയാണെങ്കിൽ ഭാര്യയെ. അതിൽ ഡെന്നീസ് കൈപൊക്കി. എൻ്റെ കുഞ്ഞിനെ കർത്താവ് ചോദിച്ചോ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കൈപൊക്കി 1 മാസം കഴിയുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ കുട്ടി തോട്ടിൽ പോയി അങ്ങോട്ട് മരിച്ചു. 9ാം ക്ലാസ്സിൽ അച്ഛനാകാൻ പോകാനിരുന്ന നല്ല മിടുക്കനായ ഒരു പയ്യനാണ്. അവൻ തോട്ടിൽ പോയി മരിച്ചു. എങ്ങനെയുണ്ട്? അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, നമ്മുടെ പ്രതീക്ഷയ്ക്കും നമ്മുടെ ചിന്തകൾക്കും വിപരീതമായി അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചാൽ നമ്മൾ കർത്താവിനെ ഉപേക്ഷിക്കുമോ? നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുമോ? നമ്മൾ യേശുവിനെ വാഴ്ത്തുമോ? നമ്മൾ ദൈവത്തെ സ്തുതിക്കുമോ? ദൈവം നല്ലവനാണെന്ന് പറയുമോ? അതിനുള്ള വിശ്വാസം നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അബ്രാഹത്തെ നോക്ക്. കുട്ടിയെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ വലിയൊരു ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട്. കുട്ടിയെ മോറിയ മലയിൽ ബലി അർപ്പിക്കാൻ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കർത്താവ് കൊടുത്ത വലിയൊരു വാഗ്ദാനത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് മനസ്സിലിരിക്കുമ്പോഴാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ചിന്തിച്ച് ജെറമിയ 32:27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നല്ല. എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദ്യം. ബൈബിൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാ കേട്ടാലും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് വേണമെങ്കിൽ അബ്രാഹത്തിന് വേണ്ടി ആ കല്ലിൽ നിന്ന് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പറ്റും എന്ന വിശ്വാസം ഉള്ളിലുണ്ടായിരുന്ന അബ്രാഹാം ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ കുട്ടിയെ വിളിച്ച് ഒരൊറ്റ പോക്കാണ് ആ മലയുടെ മുകളിലേക്ക്. അവിടെ ചെന്ന് അബ്രാഹാം തന്റെ വിശ്വാസം എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? അത് പ്രവൃത്തിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് കർത്താവേ ബലി അർപ്പിക്കണോ? കർത്താവേ ഇത് തന്നെ വേണോ? വേറെ വല്ല വഴിയുണ്ടോ? ഒന്നും ചോദിച്ചില്ല. ഒറ്റ പോക്ക്. ആ യാത്ര മോറിയ മലയിൽ അവസാനിക്കുകയാണ്. അവിടെ ബലിപീഠം പണിത് കുട്ടിയെ കയ്യും കാലും കെട്ടി ബലിപീഠത്തിൽ പിടിച്ചു കിടത്തുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്ക് സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ധീര മനുഷ്യൻ്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. എല്ലാം നഷ്ടപ്പെടാൻ ഉള്ള മുഹൂർത്തത്തിൽ എൻ്റെ കർത്താവ് വലിയവനാണെന്ന് പറയുന്ന ഒരു വിശ്വാസം, കർത്താവിൻ്റെ കർത്തൃത്വത്തെ ഏറ്റുപറയുന്ന ഒരു വിശ്വാസമാണ് ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. വിശ്വാസത്താൽ എടുത്തു ചാടുന്ന ഒരു ജീവിത രീതി നമുക്ക് വേണം. ഒരു ജീവിത രീതി, അതായത് കണ്ണടച്ച് ഒരു വിശ്വാസം. നമുക്കറിയാം, നമ്മുടെ വിശ്വാസം ഒന്ന് പരീക്ഷിച്ചോ. ഇപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടിയെ ഏകദേശം ഒരു 2 ആൾ പൊക്കത്തിൽ കയറ്റി നിർത്തിയിട്ട് മോനെ പപ്പ താഴെ ഉണ്ട്, പപ്പ പിടിച്ചോളാം, മോൻ താഴേക്ക് ചാടിക്കോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്നാ ചെയ്യും? ഒന്നും ചെയ്യത്തില്ലേ? എന്തോ ആ കുട്ടി താഴേക്ക് ചാടും. എന്നാൽ 10 വയസ്സുള്ള ഒരു കുട്ടിയെ കയറ്റി അതിന്റെ മണ്ട നിർത്തിയിട്ട് മോനെ പപ്പ പിടിച്ചോളാം, മോൻ താഴേക്ക് ചാടിക്കോ എന്ന് പറഞ്ഞാൽ കുട്ടി ചാടുവോ? അതെന്നാ? 2 കുട്ടിയല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുട്ടിയുടെ വിശ്വാസം കുറച്ച്
മാറിക്കിടക്കുകയാണ്. മറ്റൊരു കുട്ടിയുടെ വിശ്വാസം, ഇതിൻ്റെ രണ്ടിൻ്റെ വിശ്വാസം ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് 2 വയസ്സുള്ള കുട്ടിയുടെ വിശ്വാസം അന്ധമാണ്. 2 വയസ്സുള്ള കുട്ടിയുടെ വിശ്വാസം അന്ധമാണ്. 10 വയസ്സുള്ളവൻ്റെ വിശ്വാസം കാരണങ്ങൾ സഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ചാടുന്നതിന് മുൻപ് അവൻ ചില ചോദ്യം അപ്പനോട് ചോദിക്കും. പപ്പ പിടിക്കുമോ? പപ്പയ്ക്ക് അതിനുള്ള ശേഷിയുണ്ടോ? അഥവാ കൈ തട്ടിപ്പോയാൽ ഞാൻ താഴെ വീണ് ചത്തുപോകത്തില്ലേ? 2 വയസ്സുകാരനെ സംബന്ധിച്ച് അവനൊരു ഉറപ്പുണ്ട്, അവനൊരു ബോധ്യമുണ്ട്. എന്താ അത്? എൻ്റെ പപ്പ പറഞ്ഞാൽ പിടിച്ചോളും. അതൊരു വിശ്വാസത്തിന്. നോക്കിയേ, സത്യത്തിൽ വിശ്വാസം അന്ധമാണ്. സത്യത്തിൽ വിശ്വാസം അന്ധമാണ്. അത് കണ്ണടച്ചു. അതായത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ ദൈവം വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തെ ദൈവം വിളിച്ചിട്ട് ഒരു മാപ്പ് കയ്യിൽ കൊടുത്തിട്ടല്ല ദൈവം അബ്രാഹത്തോട് പറയണത് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകാൻ. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാത്തപ്പോൾ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് ആര്? പറ. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാത്തപ്പോൾ ഇറങ്ങി പുറപ്പെട്ട ഒരു വിശ്വാസി, അതാണ് അബ്രാഹം. ഈ ഒരു വിശ്വാസത്തിനെ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വിശ്വാസത്തിനെ നമ്മളെ നിത്യതയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വിശ്വാസത്തിനെ നമ്മളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് ഹെബ്രായ ലേഖനത്തിൽ കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കും. 11:8 വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് നിശ്ചയിക്കപ്പെട്ട ദേശത്തേക്ക് പോകാൻ കർത്താവ് പറഞ്ഞപ്പോൾ അത് അക്ഷരം പ്രതി അനുസരിച്ച ഒരു വ്യക്തിയാണ്. കർത്താവെ ആരെ വഴിയാത്രയ്ക്ക് അയക്കും? ആരെ, ഏത് സ്ഥലം ആര് കാണിച്ചു തരും? ഒന്നുമില്ല. പുറപ്പെടാൻ പറഞ്ഞു, അബ്രാഹം പുറപ്പെട്ടു. ഇങ്ങോട്ട് നോക്കിയേ, കുട്ടിയെ കൊല്ലാൻ പറഞ്ഞു, അബ്രാഹം കുട്ടിയുമായി യാത്ര തിരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം, അതായത് അബ്രാഹം ഉള്ളിൽ കിടന്ന വിശ്വാസത്തെ തൻ്റെ പ്രവൃത്തിയാലാണ് പൂർത്തിയാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി. വിശ്വാസം പ്രവൃത്തിയാൽ പൂർത്തീകരിക്കപ്പെടുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ, വിശ്വാസം പ്രവൃത്തിയാൽ പൂർത്തീകരിക്കപ്പെടുന്നു. വിശ്വാസം പ്രവൃത്തിയാൽ പൂർത്തീകരിക്കപ്പെടുക. കൈതാത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവവചനം ശ്രമിക്കുന്ന ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നിന്റെ വിശ്വാസം പ്രവൃത്തിയാൽ പ്രകടമാക്കാൻ നിനക്ക് പറ്റുമോ? നിന്റെ വിശ്വാസം പ്രവൃത്തിയിലുള്ളതാണോ? വിശ്വാസത്തിൻ്റെ അളവ് ഏത് തലത്തിൽ നിൽക്കുന്നു? അത് ചുമ്മാ പറയുന്ന ഒരു വിശ്വാസമുള്ളോ, അതോ എടുത്തിയാട്ടത്തിൻ്റെ അനുഭവം ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ വിശ്വാസത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഒരുപാട് സമയം കേട്ടോണ്ടിരുന്നാൽ ഉറക്കം വരുമെന്ന് എനിക്കറിയാം. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണടച്ച് കരങ്ങളൊന്ന് കൂപ്പി പിടിക്കാം. ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നവരും മറ്റു പല വിധത്തിൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കർത്താവിൻ്റെ മുമ്പിൽ കേട്ട ഇത്രയും വചനങ്ങളെ മനസ്സിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടർന്ന് ദൈവവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പിടിക്കുക. നമ്മുടെ കർത്താവിനെ മനസ്സിൽ ഓർക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ ദൈവത്തിൻ്റെ പുത്രരായി മാറ്റപ്പെട്ടു. ദൈവത്തിൻ്റെ പുത്രരാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. ദൈവത്തിൻ്റെ മക്കൾ. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികൾ അത് പൂർത്തിയാക്കുന്നത് പ്രവൃത്തിയിലൂടെയാണ്. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. ദൈവം പറഞ്ഞാൽ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ദൈവം പറയുന്ന കാര്യങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് വിശ്വാസത്താൽ എടുത്ത് അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തി വിശ്വാസിയായി തീരുന്നത്. കണ്ണുകളെ അടച്ച് കരങ്ങൾ കൂപ്പി, ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് മനസ്സുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. മനസ്സോടെ എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷീണമോ മടുപ്പോ അലസതയോ കൂടാതെ പ്രാർത്ഥിക്കുക. കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. സാധിക്കുന്ന എല്ലാവരും, ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇത് കർത്താവിൻ്റെ ദാനമാണ്. നമ്മൾ ഉണ്ടാക്കുന്നതല്ല വിശ്വാസം. ദൈവം നമുക്ക് ദാനമായി തരും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ രാത്രിയിൽ, ദൈവമേ എൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ, എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ, പ്രവൃത്തിയോടെയുള്ള വിശ്വാസം എനിക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി ഇടതും വലതും അരികിലും സമീപത്തുമുള്ള ഒരു 2-3 പേര് കേൾക്കാവുന്ന അത്രയും സ്വരത്തിൽ കർത്താവിനൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് സ്തുതിക്കാമോ?
ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും സ്തുതിക്കട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സ്തുതിക്കട്ടെ. വിശ്വാസത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. വിശ്വാസത്താൽ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കട്ടെ. ഹാല 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 ഹാല. കർത്താവേ, അബ്രാഹത്തിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഓ ദൈവമേ, യാക്കോബിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. പത്രോസിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. പൗലോസിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വചനം കേൾക്കുന്നവരിൽ അവിശ്വാസികൾ ഉണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ വിശ്വാസത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഉജ്ജ്വലിപ്പിക്കണമേ കർത്താവേ. യേശു ആരാധന ആരാധന ആരാധന. യേശു ആരാധന 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 ആരാധന. യേശു ആരാധന 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 ആരാധന. നമ്മുടെ വലതുകരം ഉയർത്തി വിശ്വാസം വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി എന്തോരു സ്വരമുണ്ടോ അത്ര ഉറക്കെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ചേർന്ന് 3 പ്രാവശ്യം ഹല്ലേലൂയ പറയട്ടെ. പോരാ, ശക്തിയോടെ പറയട്ടെ. അല്പം ഉച്ചത്തോടെ പറയട്ടെ. ഒന്നോടെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ച് ഒരു വിശ്വാസിയായിരിക്കുക എന്നൊരു ഷെയ്ക്കാൻ കൊടുത്തിട്ട് പറയുക. നന്നായിട്ട് പറയാം. ദൂരദേശങ്ങളിലുള്ളവരും ഈ എക്സർസൈസ് ചെയ്യുക. ഒരു വിശ്വാസിയായിരിക്കുക. പ്രൈസ് ദി ലോർഡ് എന്നായിരുന്നു വിശ്വാസിയായ എല്ലാവരും ഇരിക്കുക. തുടർന്ന് റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ അതിന് 9-10 വാക്യങ്ങളിൽ നമ്മളൊരു വചനം വായിക്കാൻ പോവാണ്. ഈ വിശ്വാസത്താൽ എങ്ങനെയാണ് നമ്മൾ അഭിഷേകവും ക്രിസ്തുവിലുള്ള അനുഗ്രഹവും പ്രാപിക്കുന്നത്. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ. വചനം ഒന്ന് ശ്രദ്ധിച്ചേട്ടെ. ആകയാൽ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ നിനക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും. ഇപ്പം ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഈ 2 കാര്യം ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളുക. ആകയാൽ യേശു കർത്താവാണ്. ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിനെ സാത്താൻ അംഗീകരിക്കുന്ന ചില വഴികളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, യേശു ദൈവമാണെന്ന് സാത്താൻ പറയും. യേശുവാണെന്ന് പറയും. യേശു പ്രവാചകനാണെന്ന് പറയും. യേശു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് സാത്താൻ പറയും. എന്നാൽ യേശു കർത്താവാണെന്ന് ഭൂമിയിൽ ലോകത്തിൽ സാത്താന് പറയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ എല്ലാ അധികാരവുമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ യേശു എന്ന് വിശ്വസിക്കാൻ സാത്താൻ പറ്റില്ല. അതായത് സാത്താൻ എപ്പോഴും പറയണത് എൻ്റെ മേൽ അധികാരി വേറെ ആരും ഇല്ല. എന്നാൽ ഒരു വിശ്വാസിയായ നമ്മൾ പറയേണ്ട എന്നാണെന്നറിയാമോ? ഈ ലോകത്തിൽ എൻ്റെ മേൽ കർത്തൃത്വമുള്ള വ്യക്തി, എൻ്റെ മേൽ അധികാരമുള്ള വ്യക്തി, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ, എൻ്റെ സകല സമ്പത്തിൻ്റെ മേൽ അധികാരമുള്ള ഏക വ്യക്തി യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉറക്കെ പറ. ഈ ശബ്ദം കേൾക്കുന്നവർക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം, ആദരം കൊണ്ട് ഏറ്റു പറയണം. ഇത് സാത്താന് പറ്റില്ല. ഇങ്ങോട്ട് നോക്കാം. സാത്താന്റെ ചൈതന്യമുള്ള ഒരു വ്യക്തിക്കും യേശു കർത്താവാണെന്ന് പറയാൻ പറ്റില്ല. കാരണം യേശു ദൈവമാണെന്ന് പറയാൻ പറ്റും, യേശു ദൈവപുത്രനാണെന്ന് പറയാൻ പറ്റും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റു പറയാത്തവർക്ക് അത്ര പെട്ടെന്ന് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റില്ല, അനുഗ്രഹം പ്രാപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാനാൻകാരി സ്ത്രീ ആ കർത്താവിൻ്റെ വിശ്വാസത്തെ ഏറ്റു പറയുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. കാനാൻകാരിയുടെ വിശ്വാസം എന്ന ഹെഡിങ്ങിൽ കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ വചനം നമുക്ക് തരികയാണ്. യേശു അവിടെ നിന്ന് പുറപ്പെട്ട ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അതായത് ഈ കാനാൻകാരി സ്ത്രീ വന്ന് ഇതെല്ലാം അവനോട് പറഞ്ഞിട്ട് യേശുക്രിസ്തു അത് മൈൻഡ് ചെയ്യുന്നില്ല, യേശുക്രിസ്തു അത് ശ്രദ്ധിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടയ്ക്ക് ശിഷ്യന്മാര്
ഈ യേശുവിനോട് പറയണം, കർത്താവേ നീ അവളെ നോക്ക്, അവള് കൂടെ കൂടെ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഉടനെ യേശു ക്രിസ്തു എങ്ങോട്ടോ നോക്കിയിട്ട് ഒരു ഡയലോഗ് എന്നാന്നറിയാമോ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഉടനെ അവളുടെ വിശ്വാസം ആളി കത്തി. അവൾ പറഞ്ഞു, കർത്താവേ, അവൾ വിളിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, അതേ യേശുവേ എന്നല്ല, അതേ കർത്താവേ. എന്താ വാക്കിനർത്ഥം? എൻ്റെ മോളുടെ മേലും എൻ്റെ മേലും എൻ്റെ പ്രശ്നത്തിൻ്റെ മേലും അധികാരി കർത്തൃത്വമുള്ളവൻ നീയാണ്. അതാ വാക്കിനർത്ഥം. നമുക്ക് മനസ്സിലാവില്ല അത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ത്രീ പറയാണ്, ആ കാനാൻകാരി, ശരിക്കും യഹൂദ മതത്തിൽ പെടാത്ത സ്ത്രീ, അവൾ പറയാണ്, കർത്താവേ, അതേ കർത്താവേ, മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളും ആര് തിന്നുന്നുണ്ട്? നായ്ക്കൾ തിന്നുന്നുണ്ടല്ലോ, അത് ഒരെണ്ണം മതി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് ആ സ്ത്രീയുടെ വിശ്വാസത്തെ അങ്ങോട്ട് പ്രശംസിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കെന്നറിയാമോ? നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പോൾ യേശു ക്രിസ്തു വന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ നമ്മൾ വിജയിക്കുമോ? ഇങ്ങനെ ഒരു പരീക്ഷണം കർത്താവ് നടത്തിയാൽ നമ്മൾ വിജയിക്കുമോ? നമ്മൾ കുറേ നേരം കർത്താവിൻ്റെ പുറകെ പോയിട്ട് ആ കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ എന്നാ പറയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി നേർച്ച നേർന്നു, മെഴുകുതിരി കത്തിച്ചു, തോറ്റുപോയി, നമ്മൾ എന്നാ പറയും? അല്ലേലും ഇതൊന്നും നടക്കാൻ പോണില്ല. നമ്മൾ പറയും. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണത്. ഈ കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി ഓരോരുത്തർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, അവൾ ശല്യം ചെയ്തിട്ടാണ് കർത്താവിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നത്. അത് ശിഷ്യന്മാരുടെ റെക്കമെൻഡ് കർത്താവ് മൈൻഡ് ചെയ്യാതിരിക്കുക. ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവം ആ സ്ത്രീയെ ഒന്ന് പരീക്ഷിച്ച് നോക്കി നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എന്നിട്ട് ആ സ്ത്രീ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിൻ്റെ മീതെ എൻ്റെ കർത്താവ് അധികാരിയാണ്, എൻ്റെ കർത്താവ് വിധിയാളനാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടും എന്ന് വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഒന്നോടെ പറ. ഞാനൊരു സംഭവം നിങ്ങൾ പറയാം. നിങ്ങൾ മടുത്തോ? ലോകത്തിൽ ദൂരദേശത്തിരിക്കുന്നവർ മടുത്തോ? ഇല്ല. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നാൾ മുൻപ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഒരു ചേട്ടൻ ധ്യാനം കൂടാൻ വന്നു. 17 വർഷം മുൻപ് എറണാകുളം സിറ്റിയിൽ, എറണാകുളത്ത് 1.5 കോടി രൂപയുടെ പെര പണിതൊരു മനുഷ്യൻ. 1.5 കോടി രൂപയുടെ പെര 17 വർഷം മുമ്പ് എറണാകുളത്ത് അങ്ങേര് പണിതു. ആ പെരയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പണത്തിൻ്റെ കൊഴുപ്പെന്ന് വെച്ചാൽ ധാരാളം പണം, ഒരുപാട് സമ്പത്തും ഒരുപാട് സുഖസൗകര്യങ്ങളും ആയിക്കഴിഞ്ഞപ്പോൾ അയാൾ ക്രിസ്ത്യാനിയാണെങ്കിലും വിശ്വാസത്തിൻ്റെ അപജയം നേരിട്ടു. വിശ്വാസത്തിൽ താഴേക്ക് പോയി. അവസാനം എന്തായെന്നറിയാമോ? അവസാനം അദ്ദേഹത്തിന് 7 കോടി രൂപ കടം വരുന്നൊരു സ്റ്റേജ് വന്നു. 7 കോടി രൂപ കടം, 1032 കേസ്, ഇങ്ങനെ എല്ലാം കൂടെ വന്ന് ആത്മഹത്യ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അമേരിക്കയിലുണ്ട്. അമേരിക്കയിലുള്ള ആ ഫ്രണ്ടിന് നല്ല സ്വാധീനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനിരിക്കുന്നു. ആ സമയത്ത് ഒരു സാധാരണ മനുഷ്യൻ, ഒരു പ്രാർത്ഥനക്കാരൻ, ഒരു കൂലിപ്പണിക്കാരൻ ഈ വലിയ കോടീശ്വരൻ്റെ വീട്ടിൽ ചെന്നിട്ട് 1.5 കോടി രൂപയുടെ പെരക്കകത്ത് കിടക്കുകയാണ്. ആ സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനോട് പറഞ്ഞു, ആത്മഹത്യ ചെയ്യേണ്ട, കർത്താവിൽ വിശ്വസിക്കുക, ഒരു ധ്യാനം കൂടുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവിന് മാറ്റാൻ. ഈ കാനാൻകാരി പറഞ്ഞതുപോലെ ഈ വിശ്വാസിയായ മനുഷ്യൻ ചെന്ന് പറഞ്ഞു, കർത്താവേ, അപ്പക്കഷ്ണം മതി. എൻ്റെ സഹോദരങ്ങളെ, എന്നാ സംഭവിച്ചെന്നറിയാമോ? ആ മനുഷ്യൻ ഒരു ധ്യാനം കൂടി അയാളുടെ വിശ്വാസം വർദ്ധിച്ചു. അയാളും അയാളുടെ ഭാര്യയും എഞ്ചിനീയറിംഗ് പാസ്സായ ആൾക്കാരാണ്. 85 മറ്റേ നല്ല റാങ്കോടെ എഞ്ചിനീയറിംഗ് പാസ്സായ വ്യക്തികളാണ് അവർ. ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനമാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം അപമാനം. ആത്മഹത്യ നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത്. പെരയ്ക്കകത്ത് നിന്ന് 50 പൈസയും 1 രൂപയും 5 രൂപ കോയിനൊക്കെ നല്ല സമ്പത്തുള്ള കാലഘട്ടത്തിൽ ചുമ്മാ അലമാരിയിലും അവിടെയൊക്കെ വലിച്ചെറിഞ്ഞ പൈസ, ആ പൈസ പറക്കിയെടുത്ത് കടയിൽ പോയി 1 കിലോ അരി മേടിച്ചുകൊണ്ട് 1.5 കോടി രൂപ പെരയ്ക്കകത്ത് കിടക്കുന്ന ആൾ തിന്നേണ്ട ഗതികേട് വന്നാൽ ആ ക്രൈസിസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പ്രതിസന്ധി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും അദ്ദേഹം അപമാനിതനായി.
അത്രയും തരം താഴ്ന്നു. ആ സമയത്താണ് ഈ മനുഷ്യൻ ധ്യാനം കൂടുന്നതും വിശ്വാസത്താൽ ജ്വലിക്കുന്നതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ പര്യവസാനം എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോ. അയാൾ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഒരു പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം, പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ഒരു 50,000 രൂപയും ഒരു ബിൽഡിങ്ങും കർത്താവ് നിങ്ങൾ എന്നെ കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ സംഭവിക്കും. ഒരു 50,000 രൂപയും ഒരു ബിൽഡിങ്ങും ഒരു കെട്ടിടവും അതേ കർത്താവ് കാണിക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അബ്രാഹത്തോട് പോകാൻ പറഞ്ഞതുപോലെ അന്ധമാണിത്. എന്തു ചെയ്യും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ സമയത്ത് മറ്റൊരു ഓഫർ ശ്രദ്ധിച്ചു കേട്ടോ. അമേരിക്കയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, 15 ദിവസത്തിനുള്ളിൽ നിന്നെ ഞാൻ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പാക്ക് ചെയ്യാം, കൊണ്ടുപോകാം. അത്ര സ്വാധീനം അങ്ങേർക്കുണ്ട്. 15 ദിവസത്തിനുള്ളിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതേസമയം പ്രാർത്ഥനക്കാരൻ പറഞ്ഞു, അമേരിക്കയ്ക്ക് പോകണ്ട, 50,000 രൂപയും ഒരു കെട്ടിടവും. ചോദിക്കട്ടെ, നിങ്ങളാണെങ്കിൽ ഇതിലേത് സ്വീകരിക്കും? ഏത് ഓഫർ സ്വീകരിക്കും? എൻ്റെ ഈ വാക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ എല്ലാ മനുഷ്യരോടും ഞാൻ ചോദിക്കുകയാണ്, ഏത് ഓഫർ സ്വീകരിക്കും? അമേരിക്കൻ ഓഫർ സ്വീകരിക്കും. പോണ വഴിക്ക് വിമാനം പൊട്ടി നമ്മൾ പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ മനുഷ്യൻ ഒരു യഥാർത്ഥ വിശ്വാസിയായതുകൊണ്ട് സംഭവിച്ച എന്നാന്നറിയാം നിങ്ങൾക്ക്? അതായത് 19,50,000 രൂപ പലിശയ്ക്ക് മേടിച്ചിട്ട് അത് കൊടുക്കാനുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് ഇനി വിശ്വാസത്താൽ പറയാണ്, ചേട്ടാ 50,000 ഇങ്ങോട്ട് തരിക, എന്നിട്ടത് റൗണ്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ പലിശക്കാരൻ 50,000 രൂപ കൊടുക്കില്ല. എന്നാൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ നടക്കും. ഇന്നുവരെ ഒരു പലിശക്കാരൻ്റെ മനസ്സലിഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, ആ ചേട്ടനോട് പറഞ്ഞ വാക്കെന്നറിയാമോ? ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു വിശ്വാസത്താൽ ഇങ്ങനെ നിന്നിട്ട് അമേരിക്ക പോക്ക് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് എന്തായെന്നറിയാമോ? 50,000 രൂപ മേടിക്കാൻ പോണത് എങ്ങോട്ടെന്നറിയാമോ? 19,50,000 രൂപ പലിശയ്ക്ക് കൊടുക്കാനുള്ള വ്യക്തിയുടെ അടുത്തേക്ക് 50,000 കൂടെ മേടിച്ചിട്ട് അത് റൗണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അയാൾ റിവോൾവർ എടുത്ത് വെടിവെക്കും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറ, ഹല്ലേലൂയ. ഇത് കേൾക്കുമെന്നുള്ള വിശ്വാസം കത്തണം. എൻ്റെ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്താൽ ഒറ്റപ്പോക്ക്, ഈ കാനാൻകാരി സ്ത്രീ പോയതുപോലെ അവിടെ ചെന്നിട്ട് ഈ പലിശക്കാരൻ ചേട്ടനോടൊരു ഡയലോഗ്, ചേട്ടാ, ഞാൻ എന്തായാലും ചേട്ടന് 19,50,000 രൂപ തരാനുണ്ട്. ചേട്ടനൊരു കാര്യം ചെയ്യും, ഒരു 50,000 കൂടെ ഇങ്ങോട്ട് താ, എന്നിട്ട് അത് റൗണ്ട് ചെയ്ത് 20 ലക്ഷം എഴുതിക്കൊള്ളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവൃത്തി കേട്ടോട്ടോ. ആ മനുഷ്യൻ ഒന്നും മിണ്ടാതെ പെരയ്ക്കകത്തേക്ക് അവിടെ കയറിപ്പോയി. എന്നിട്ട് 50,000 രൂപ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങേരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതും കൊണ്ടുപോയി നന്നാകടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു പലിശക്കാരൻ. ഹല്ലേലൂയ. അയ്യടാ, ഇതെന്ത് കല്ല്? ഉറക്കെ പറ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ആ മനുഷ്യൻ എന്നോട് പറയാം, എൻ്റെ ബ്രദറെ, ഞാൻ വിചാരിച്ചത് അയാൾ അപ്പം തന്നെ പോലീസിനെ വിളിച്ച് എന്നെ അകത്തുള്ളൂന്നാണ്. എന്നാൽ 19,50,000 രൂപ കിട്ടാനുള്ള ആ മനുഷ്യൻ എൻ്റെ കയ്യിലേക്ക് 50,000 കൂടെ തന്നിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് രക്ഷപ്പെട്, നീ ഇത് വിശ്വാസം നോക്ക്. അമേരിക്കക്ക് ഓഫർ വന്ന് കിടക്കുമ്പോൾ കേരളത്തിൽ 50,000 ഒരു കെട്ടിടവും സ്വപ്നം കണ്ട് അതിൻ്റെ പിന്നാലെ പാഞ്ഞ ഒരു എഞ്ചിനീയർ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗീയ യാത്ര, അദ്ദേഹത്തിൻ്റെ ഉയർച്ച, അദ്ദേഹത്തിൻ്റെ വളർച്ച. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ആ മനുഷ്യനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ. വിശ്വാസത്താൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ആ മനുഷ്യൻ ആർജിച്ചു. ആ 50,000 കൊണ്ട് തുടങ്ങിയ ജോലി, ബിസിനസ്, അത് വളർന്ന് പന്തലിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ് അതിന്ന് കേരളത്തിലെ നാനാഭാഗങ്ങളിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? അല്പവിശ്വാസികളെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വലത് കൈ ഉയർത്തി ഹല്ലേലൂയ പറ, ഒന്നോടെ പറ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊന്നും ജെറമ്യ 32:27 ഒരിക്കൽ കൂടെ മനസ്സിൽ സൂക്ഷിക്കുക. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി അതായത് ഈ കാനാൻകാരി സ്ത്രീ കർത്താവിൻ്റെ അധികാരത്തെ അങ്ങോട്ട് ഏറ്റു പറയണം. ഇനി നമ്മൾ വായിക്കുന്ന മറ്റൊരു ദൈവവചന ഭാഗമുണ്ട്, അത് ശതാധിപന്റെ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ്. അതായത് ഒരു ശതാധിപൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യന് വേണ്ടി എങ്ങനെയാണ് വിശ്വാസം പ്രകടമാക്കിയത്, എങ്ങനെയാണ് ഒരു ശതാധിപൻ്റെ ഭൃത്യനെ കർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആ ഒരു ശതാധിപൻ അവൻ്റെ വിശ്വാസത്തിൽ എങ്ങനെയാണ് നേടിയെടുത്തത്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവാണ്. ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വിശ്വാസം കത്തണം. ദൈവമേ, എൻ്റെ പ്രശ്നങ്ങൾക്കൊരു ഉത്തരവുണ്ട്, എൻ്റെ പ്രതിസന്ധികൾക്കൊരു ഉത്തരവുണ്ട്, എൻ്റെ രോഗങ്ങൾക്കൊരു ഉത്തരവുണ്ട്, അതെൻ്റെ കർത്താവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശതാധിപൻ ആദ്യം കുറച്ച് പേരെ അയച്ചു. എന്നിട്ട് യേശുക്രിസ്തു ശതാധിപൻ്റെ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ ചെയ്ത എന്നാണെന്നറിയാമോ? തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ് യേശുക്രിസ്തുവിനോട്, കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, നിന്നെ നേരിട്ട് സമീപിക്കാനുള്ള യോഗ്യത പോലും എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. എന്നിട്ട് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഉദാഹരണം. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, മറ്റൊരുവനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. എന്താ അതിൻ്റെ അർത്ഥം മനസ്സിലായ സഹോദരങ്ങളെ? അതായത് ഈ ശതാധിപൻ ഇവിടെ പ്രഖ്യാപിക്കുന്ന ചില കാര്യം നിങ്ങളൊന്ന് പഠിക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിതാണ്, കർത്താവേ, നീയാണ് ഈ ലോകത്തിൻ്റെ അധിപൻ, നീയാണ് എല്ലാ രോഗങ്ങളുടെയും അധികാരി, നീയാണ് സകലത്തിൻ്റെയും ഉടയവൻ. ആ ശതാധിപൻ അത് പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ വിശ്വാസത്തിന് ഇങ്ങനെ കർത്താവിൻ്റെ അധികാരത്തെ പ്രഖ്യാപിക്കാൻ പറ്റിയ ഒരു വിശ്വാസം ഉണ്ടോ? ചിന്തിച്ചു നോക്ക്. നമ്മുടെ വിശ്വാസത്തിന് കർത്താവിൻ്റെ അധികാരത്തെ, കർത്താവിൻ്റെ ശക്തിയെ, കർത്താവിൻ്റെ കഴിവിനെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒന്നുണ്ടോ? ആ രീതിയിലുള്ളതാണോ നമ്മുടെ വിശ്വാസം? പ്രൈസ് ദി ലോർഡ്. എല്ലാം നഷ്ടപ്പെട്ടാലും എല്ലാം തരാൻ എൻ്റെ കർത്താവിന് പറ്റും എന്ന് ചിന്തിക്കുന്നതാണോ നമ്മുടെ വിശ്വാസം? അതോ ഉള്ളതൊക്കെ സൂക്ഷിച്ചു വെച്ച് അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വിശ്വാസം നമുക്കുള്ളോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശതാധിപൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവമേ, നീ അധികാരിയാണ് എൻ്റെ മേലും എൻ്റെ ഭൃത്യൻ്റെ മേലും. കർത്താവേ, നീ ശക്തനാണ് എൻ്റെ ഭൃത്യൻ്റെ രോഗം മാറ്റാൻ. കർത്താവേ, നീ എല്ലാ കഴിവും തികഞ്ഞവനാണ്. അതായത് ദൈവത്തിൻ്റെ അധികാരത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ കഴിവിനെയും ഏറ്റുപറയുന്നതാണ് യഥാർത്ഥ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. അത് കൂടെ കൂടെ ഏറ്റുപറയണം, അത് കൂടെ കൂടെ ഏറ്റുപറയണം. നമ്മളത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് സാത്താൻ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ കഴിവിനെ, ദൈവത്തിൻ്റെ ആ അപരിമേയമായിട്ടുള്ള ആ എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ ഏറ്റുപറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതിന് പറ്റിയിട്ടില്ല. ആ ശതാധിപൻ്റെ വിശ്വാസത്തെ കർത്താവ് പ്രശംസിച്ചു. ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇതുപോലെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ പാകത്തിന് ആ ശതാധിപൻ അവൻ്റെ വിശ്വാസത്തെ ആ കർത്താവിൻ്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു. ഈ രാത്രി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തിലാണ് നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ, അദ്ദേഹം ബിസിനസ് ചെയ്ത് പൊളിഞ്ഞ് ആകപ്പാടെ ആത്മഹത്യയുടെ വക്കിലായി. അവസാനം പലിശയ്ക്ക് കൊടുത്ത വ്യക്തികൾ ഇദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി ഗുണ്ടകളെ വിടുകയാണ്. ഗുണ്ടകളെ വിടുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു, എടാ, നീ സൂക്ഷിക്കണം, ഗുണ്ടകളെ വിട്ടിട്ടുണ്ട് പലിശക്കാർ. എൻ്റെ സഹോദരങ്ങളെ, അദ്ദേഹം ഈ ഒരു വിശ്വാസം ഏറ്റുപറയാണ്, കർത്താവേ, നീ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും താഴേക്ക് വീഴില്ല. അത് ഏറ്റു പറഞ്ഞിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ മുറിയിലിരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ എൻ്റെ അധികാരിയാണ്, നീ എൻ്റെ സൃഷ്ടാവാണ്, നീ സർവശക്തനാണ്, നീ അത്യുന്നതനാണ്, നിന്നെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിവില്ല, നീ പറയാതെ ആർക്കും എൻ്റെ മേൽ വിരലോങ്ങാനായിട്ട് സാധ്യമല്ല. അത് പറഞ്ഞ് വിശ്വാസത്താൽ ആ മനുഷ്യൻ ആ രാത്രി പ്രാർത്ഥിക്കുകയാണ്. അതേസമയം ഗുണ്ടകൾ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയിൽ, ടൗണിൽ, അവിടെ ഒരു ബാറിൽ കയറി കള്ളുപിടിച്ചുകൊണ്ടിരിക്കുക, വെട്ടാൻ പോകാനുള്ള ഒരു ശക്തി കിട്ടാൻ.
ആ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ശക്തി എന്നാണെന്നറിയാമോ നിങ്ങൾക്ക്? ആ വിശ്വാസത്തിൻ്റെ ശക്തി എന്നാണെന്നറിയാമോ? ഗുണ്ടകൾ ബാറിൽ നിന്ന് കള്ളുകൂടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ പരസ്പരം ആലോചിച്ചു ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പണ്ട് ബാബേൽ ഗോപുരം പണിതപ്പോൾ അവരുടെ അഹങ്കാരത്തിൻ്റെ വകയായിട്ട് അവരുടെ ഭാഷകളെ ചിതറിച്ചു. പണിയാൻ പറ്റിയോ? പൂർത്തിയാക്കാൻ പറ്റിയില്ല, ചിതറിച്ചു കളഞ്ഞു. അതുപോലെ ഈ ഗുണ്ടകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ആ ബാറിൻ്റെ മുമ്പിൽ തന്നെ പലരും പല വഴിക്ക് പിരിഞ്ഞു പോവുകയും ഈ മനുഷ്യനും ഭാര്യയും മക്കളും രക്ഷപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. വിശ്വാസത്താൽ വീട്ടിലിരുന്ന ഒരു മനുഷ്യൻ, വിശ്വാസത്താൽ വീട്ടിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച മനുഷ്യൻ, ദൈവം പറഞ്ഞിട്ടാണ് അവർ വരുന്നതെങ്കിൽ തടയാൻ പറ്റില്ല. ദൈവം അനുവദിക്കാതെയാണ് അവർ വരുന്നതെങ്കിൽ ദൈവം തന്നെ അവരെ നോക്കും. ഒരു വിശ്വാസം നോക്ക്. അയാളുടെ ദേഹത്ത് തൊടാൻ ഗുണ്ടകൾക്ക് പറ്റിയില്ല, അവർ പിരിഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ വിശ്വസിക്കണം. ഇതാണ് കർത്താവിൻ്റെ അധികാരം, ഇതാണ് കർത്താവിൻ്റെ ശക്തി, ഇതാണ് കർത്താവിൻ്റെ പവർ. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവിനെ മാറ്റിവെച്ച് നോക്കേണ്ട കാര്യം. ഈ ഒരു അധികാരം നമ്മൾ ഏറ്റുപറയാറുണ്ടോ? ഈ ഒരു ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ പ്രഖ്യാപിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം വളരുകയും നമ്മൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ഒരിക്കൽ ഞാൻ തൃശ്ശൂർ സൈഡിലാണ്, ഒരു കൺവെൻഷൻ്റെ സമയത്ത് ഒരു അമ്മച്ചി, ചില പ്രായമുള്ള സ്ത്രീയാണ്, എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. എൻ്റെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റേജിലേക്ക് പോവാണ്, അധികം സമയമില്ല. എങ്കിലും ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം, ഇപ്പോൾ പ്രാർത്ഥിക്കാം, 1 മിനിറ്റ് മതിയല്ലോ ദൈവത്തിന് പ്രവർത്തിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ സ്ത്രീയുടെ തലയിൽ കൈവച്ചിട്ട് എന്തിനാണെന്ന് എന്നോട് പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, രോഗങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചതറിയാമോ? പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ആ സത്യം ഞാൻ അറിയണത്. വട്ടാലച്ചൻ പറയുമ്പോഴാണ് അറിയണത്. എന്താ കാരണം എന്നറിയാമോ? ആ സ്ത്രീയുടെ മൂക്ക് വളഞ്ഞാണ് ഇരുന്നത്, മൂക്കിൻ്റെ പാലം വളഞ്ഞാണ് ഇരുന്നത്. ആ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ കർത്താവെ, അധിക സമയം പ്രാർത്ഥിച്ച സമയമില്ല, കളയാൻ സമയമില്ല, ഒരു കാര്യം ചെയ്യണം. എൻ്റെ വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലൂക്ക് 6:19, അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തണം. ഒറ്റ വാക്ക് പ്രാർത്ഥന കഴിഞ്ഞ് കുരിശ് വരച്ച് ഞാൻ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 മാസം കഴിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്നറിയാമോ? ആ പ്രാർത്ഥനയുടെ സമയത്ത് ആ സ്ത്രീയുടെ മൂക്കിൻ്റെ വളവ് കർത്താവ് നിവർത്തി. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാൾ മുൻപ് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ടുവന്നു. എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും വരാറില്ല, വരുകയും ചെയ്യരുത്. അതെൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം വീട്ടിലേക്ക് വന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ്. നിങ്ങളിത് കേൾക്കുമ്പോൾ നല്ല വിശ്വാസത്താൽ കേൾക്കണം. അതായത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ്. അദ്ദേഹം വലിയൊരു റബ്ബറും തോട്ടം ഷോർട്ട് എടുത്തു. 8,700 രൂപ ഒരു മരത്തിന് തോതിലെടുത്തിട്ട് ആ മനുഷ്യൻ അത് വിൽക്കാൻ നോക്കുകയാണ്. അവസാനം കടബാധ്യത കൊണ്ട് ബാക്കി പൈസ കൊടുക്കാൻ പറ്റാതെ. എൻ്റെ സഹോദരങ്ങളെ, സംഭവിച്ചു കേട്ടോ, 8,700 രൂപയ്ക്ക് എടുത്ത മരം 7,500 രൂപയ്ക്ക് കൊടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അവസാനം അദ്ദേഹം നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഭയങ്കര ഗതികേടിൻ്റെ സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരണത്. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഒരു വാക്ക് എന്നോട് പറഞ്ഞു, ഇങ്ങേരോട് ഇങ്ങനെ പറയുക, ഒരാഴ്ച കഴിഞ്ഞ് നാട് വിട്ടാൽ മതി. ഞാനത്, നമ്മളൊരു മന്ദബുദ്ധി ആയതുകൊണ്ട്, വിശ്വാസം ഉള്ള ഒരാളായതുകൊണ്ട് ഇടതും വലതും നോക്കിയില്ല. പറയാൻ പറഞ്ഞു. ഞാൻ ചാടിക്കറി പറഞ്ഞു, ചേട്ടാ ഒരാഴ്ച കഴിഞ്ഞ് നാട് വിട്ടാൽ മതി എന്ന് കർത്താവ് പറയണു. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നേരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അയാൾ അത് വിശ്വസിച്ചു, ഞാനും വിശ്വസിച്ചു. എന്തായി? അങ്ങ് പോയി. പോകുന്നതിന് മുമ്പ് ഒരു വാക്കനോട് പറഞ്ഞു, അതെ, പോണ വഴിക്ക് ഇന്ന് വൈകുന്നേരം ഒരാൾക്ക് 1,00,000 രൂപ കൊടുക്കണം, അതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചതിനോട്. മറ്റത് ഒരാഴ്ച ഇരിക്കാം, ഇന്ന് വൈകുന്നേരം ഒരാൾക്ക് 1,00,000 കൊടുക്കണം, അതിനെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, പോണ വഴിക്ക് കർത്താവ് പ്രവർത്തിക്കും, വിട്ടോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അയാൾ എഴുന്നേറ്റ് പോയി. എൻ്റെ സഹോദരങ്ങളെ, പോണ വഴിക്ക് അയാളുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് 1,00,000 രൂപ വായ്പ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പിന്നെന്തായി? ബാക്കി 4-5 ദിവസം ഉണ്ടല്ലോ, അയാൾ അവിടെ ഇരുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോ, 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. എന്നാണെന്നറിയാമോ? അതായത് പ്രാർത്ഥന കഴിഞ്ഞു വിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമ്മുടെ കർത്താവ് ചെയ്ത ഒരു അത്ഭുതം ഇതാണ്, വിശ്വാസത്താൽ. എന്നാണെന്നറിയാമോ? 8,700 രൂപയ്ക്ക് മേടിച്ച ഒരു മരം വീതമാണ്. അങ്ങനെ ഒരു മരത്തിന് അത്ര വില. സഹോദരങ്ങളെ, 7,500 വിൽക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മുതലാളി, ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, 9,200 രൂപയ്ക്ക് ഇത് കൊടുക്കുന്നു. ഒരു മരത്തിന് 9,200 രൂപ. അയാൾ അത് കൊടുത്തു. 20 ലക്ഷം രൂപ സ്പോട്ടിൽ ആ മനുഷ്യൻ, ഈ ബ്രോക്കർ ഈ മനുഷ്യന് കൊടുക്കുകയാണ്. 20 ലക്ഷം രൂപ. പ്രൈസ് ദി ലോർഡ്.
സന്തോഷം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. ടി വിയിൽ കേൾക്കുന്നവരും പറയാം. ശരി, നിങ്ങൾ ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുകയല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ. അതായത് 9,200 രൂപ, 7,500 വിൽക്കാൻ നോക്കിയിട്ട് നടക്കാത്ത മരം 9,200 വിൽക്കാൻ നമ്മുടെ കർത്താവ് വിശ്വാസത്താൽ അയാളുടെ പ്രാർത്ഥനയ്ക്കും ആ ശുശ്രൂഷയ്ക്കും ശക്തി കൊടുത്തെങ്കിൽ, ഈ രാത്രി നിങ്ങൾ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ വലതുകരം ഉയർത്തി ശബ്ദം കേൾക്കുന്നവരെല്ലാം ഒരു ഹല്ലേലൂയ പറ. ഒന്നോടെ പറ. പ്രാർത്ഥിച്ച് മടുത്തവരും പ്രാർത്ഥിച്ച് തളർന്നവരും ഈ വചനം ഓർക്കുക. മർക്കോസിന്റെ സുവിശേഷം കൈതാത്തിക്കോ. മർക്കോസിന്റെ സുവിശേഷം 11:24-25 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അത് ദൈവം നിറവേറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ അധികാരത്തെയും നമ്മുടെ മേൽ കർത്താവ് അധികാരിയാണെന്നും നമ്മൾ ഏറ്റുപറയുന്ന ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് ജീവിതത്തെ നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസ വർഷത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ തോത് ഒരു പടി കൂടി വളരാൻ ദൈവവചനം നമ്മളെ സഹായിക്കും. എഴുന്നേറ്റ് നിൽക്കാം. തുടർന്ന് 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവാണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി. എല്ലാവരും ചാടി എഴുന്നേറ്റും. ദൂരദേശങ്ങളിൽ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ച്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവൊന്ന് പരീക്ഷിച്ച്, ഇപ്പോൾ ആ കാനാൻകാരിയുടെ വിശ്വാസം, ശതാധിപൻ്റെ വിശ്വാസം, അബ്രാഹത്തിൻ്റെ വിശ്വാസം ഇതാ നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. കണ്ണുകൾ അടച്ചു പിടിക്കുക, കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരിക്കുന്ന എല്ലാവരും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. ഒരു നിമിഷം നിശബ്ദതയിൽ നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ച് നോക്കി പ്രാർത്ഥിക്കുക. ദൈവമേ, അവിടുന്ന് എൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ചാൽ ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് ഉറപ്പുണ്ടാകുമോ? കാനാൻകാരിയെ കർത്താവ് പരിശോധിച്ചപ്പോൾ അവളുടെ വിശ്വാസത്തിൽ അവൾ ഉറച്ചു നിന്നു. അത് അവൾക്ക് അനുഗ്രഹമായി മാറി. അബ്രാഹാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ, ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ വിശ്വസിച്ചപ്പോൾ വിശ്വാസികളുടെ പിതാവായി അബ്രാഹാം മാറ്റപ്പെട്ടു. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നൊരു തടസ്സം നമ്മുടെ അവിശ്വാസമാണോ? ബൈബിൾ പഠിപ്പിച്ചു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഈ രാത്രി നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത കാര്യം ഈ രാത്രി നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. അതിങ്ങനെയാണ്: കർത്താവിൻ്റെ അധികാരത്തെ ഏറ്റുപറയുക. കർത്തൃത്വം എൻ്റെ മേൽ ദൈവത്തിനുണ്ട് എന്ന് ഏറ്റുപറയുക. എൻ്റെ വിധിയാളനും എൻ്റെ മേൽ അധികാരിയും വിധികർത്താവും ദൈവമാണെന്ന് ഏറ്റുപറയുക. എൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ ദൈവമാണെന്ന് ഏറ്റുപറയുക. എൻ്റെ രോഗത്തിൻ്റെ മേൽ, എൻ്റെ ശാപത്തിൻ്റെ മേൽ, എൻ്റെ തകർച്ചയുടെ മേൽ, എൻ്റെ കടബാധ്യതയുടെ മേൽ, എൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് അധികാരിയാണെന്ന് ഏറ്റുപറയുന്ന ഒരു വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുപറയുന്ന ഒരു വിശ്വാസം, ദൈവത്തിൻ്റെ കഴിവിനെ ഏറ്റുപറയുന്ന ഒരു വിശ്വാസം, എൻ്റെ മേൽ കർത്തൃത്വമുള്ളവൻ ദൈവമാണെന്ന് ഏറ്റുപറയുന്ന ഒരു വിശ്വാസം, അതാണ് എനിക്കും നിങ്ങൾക്കും അനിവാര്യം. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ, സുഖപ്പെടുത്താൻ പറ്റുള്ളൂ, നന്മയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ക്ലാസിൻ്റെ ആരംഭത്തിൽ നമ്മൾ കേട്ടു, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഓരോരുത്തരും മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: ദൈവമേ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഈ വിശ്വാസം പോരാ കർത്താവെ, ഇത് കാര്യം കാണാനുള്ള ഒരു വിശ്വാസമായിരിക്കാം. പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, അപകടം വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, നാശം ഉണ്ടാകുമ്പോൾ എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ കർത്താവേ. ദൈവമേ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസം എനിക്ക് നൽകണമേ. അവിടെയും ഏറ്റുപറയുന്ന ഒരു വിശ്വാസം എനിക്ക് നൽകണമേ. തകർച്ചയുടെ നടുവിലും എൻ്റെ കർത്താവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ, ഓരോരുത്തരും പ്രാർത്ഥിക്കുക, ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ ഒരു വിശ്വാസം പോരാ. ലോകത്തിൽ ഒരു ഞെരുക്കം ഉണ്ടാകുമ്പോൾ, ലോകത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ലോകത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ
എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള വിശ്വാസം എനിക്കില്ലെങ്കിൽ ആ വിശ്വാസത്തിനെ രക്ഷിക്കാൻ പറ്റില്ല. ആ വിശ്വാസത്തിനെ രക്ഷിക്കാൻ പറ്റില്ല. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്ന് യാക്കോബിനെ പഠിപ്പിച്ചു. വിശ്വാസം പ്രവൃത്തിയാലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിയാൽ അത് വെളിവാക്കണം. അത് പ്രവൃത്തിയാൽ വെളിവാക്കപ്പെടണം. അബ്രാഹാം തന്റെ വിശ്വാസത്തെ കുട്ടിയെ ബലി കഴിക്കുന്ന പ്രവൃത്തി വഴി വെളിവാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴെന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന സമയമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ വിശ്വാസത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ദൂരദേശങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആഴമായ വിശ്വാസം എനിക്ക് നൽകണമേ ദൈവമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് കർത്താവ് അബ്രാഹത്തിന് നൽകിയ അതേ വിശ്വാസത്തിന്റെ പങ്ക് നമുക്ക് ലഭിക്കാൻ, അബ്രാഹത്തിന് നൽകിയ വിശ്വാസത്തിന്റെ പങ്ക് നമുക്ക് ലഭിക്കാൻ ദൈവമേ ഇപ്പോഴെന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. സൗഖ്യത്തിലുള്ള വിശ്വാസം, സാറ ഗർഭധാരത്തിലുള്ള ശക്തി സംഭരിച്ച വിശ്വാസം വഴിയാണെങ്കിൽ ഇന്നത് നമുക്കിപ്പോൾ കിട്ടാൻ പോവാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. അടുത്തിരിക്കുന്ന ഒരു 5 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ സകലരും സ്തുതിക്കുക. പോരാ, കുറച്ചുകൂടെ ഉറക്കം സ്തുതിക്കുക, കുറച്ചുകൂടെ ശക്തിയോടെ സ്തുതിക്കുക. ദൂരദേശങ്ങളിലുള്ളവർ സ്തുതിക്കട്ടെ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന 2 പേര് കേൾക്കാവുന്ന സ്വരത്തിൽ സ്തുതിക്കട്ടെ. വിശ്വാസം ഏറ്റുപറയട്ടെ. യേശു എന്റെ കർത്താവാണ്, യേശു എന്റെ ദൈവമാണ്, അവിടുന്ന് എന്റെ അധികാരിയാണ്. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, ആരാധന. വിശ്വാസമുണ്ടെങ്കിൽ അല്പോടെ ഉറക്കം സ്തുതിക്കട്ടെ. കർത്താവേ, സൗഖ്യം നൽകണമേ ദൈവമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. അവരുടെ പ്രശ്നങ്ങൾ ഈ രാത്രിയിൽ തീരട്ടെ. ഹാല 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 ഹാല. യേശു ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന, ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, അന്ധമായി എടുത്തിയാടുന്ന ഒരു വിശ്വാസം എനിക്ക് തരണമേ. എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് തരണമേ. ജീവിതം മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് തരണമേ. ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്ന ഒരു വിശ്വാസം എനിക്ക് തരണമേ. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വിശ്വാസം എനിക്ക് പോരാ. എൻ്റെ വിശ്വാസം ഒരു പടി കൂടി വർദ്ധിക്കണം, ഒരു പടി കൂടി വർദ്ധിക്കണം. ദൈവമേ, പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. അനേകരെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് സന്ദേശമുണ്ട്. ദൂരദേശങ്ങളിൽ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവമക്കളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. തുടർന്ന് ആരാധനയുടെ സമയത്ത് അതിശക്തമായ അഭിഷേകം കർത്താവ് നിങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനമുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നല്ല നിശബ്ദതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, അനുഗ്രഹിക്കണമേ. നല്ല നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം നൽകണമേ കർത്താവേ, നൽകണമേ. വിശ്വാസം നൽകണമേ. എല്ലാവരും ചേർന്ന് വിശ്വാസം നൽകണമേ. അപ്പാ, എന്റെ വിശ്വാസം, യേശു എന്റെ വിശ്വാസം, എന്റെ കർത്താവ് പ്രശംസിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് നൽകണമേ. ഹൃദയത്തിൽ നീ വരണേ. എന്റെ കർത്താവിനെ ഏറ്റുപറയുന്ന ഒരു വിശ്വാസം എനിക്ക് വിശ്വാസം നൽകണമേ. യേശുവിനെ എന്റെ മേലുള്ള കർത്തൃത്വം ഏറ്റുപറയുന്നു കർത്താവേ. ഹൃദയത്തിൽ ദൈവമേ, നീ വരണേ.
അചഞ്ചലമായ ഒരു വിശ്വാസം നൽകണമേ. സൗഖ്യത്തിനുള്ള വിശ്വാസം ലഭിക്കട്ടെ. വിശ്വാസം നൽകണമേ. സൗഖ്യം നൽകണമേ. വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണം. വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ. യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി നല്ല വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാം. ഒന്നോടെ പറയാം. ശാന്തമായി കസരകളിലേക്ക് ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.